ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നൊരു ചർച്ചാ വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചുള്ളത്. കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്ന പോലെ നായാട്ടാണോ അതിനുള്ള പ്രതിവിധി? അന്വേഷിക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാവർക്കും ലെൻസ് ഓഫ് യുകെയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ചോദ്യത്തിനെ നമുക്ക് പല വീക്ഷണകോണിലൂടെ സമീപിക്കാം. ഒന്നാമതായി, വന്യജീവികൾ മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന കാരണം അവയ്ക്ക് കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ലഭ്യമില്ലായ്മ എന്നത് തന്നെയാണ്. അതൊരു കൊലപാതകം കൊണ്ട് തടയിടാൻ പറ്റുമോ എന്ന ചോദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, കാടിന്റെ വിസ്തൃതി ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ പൈനാപ്പിൾ പ്ലാന്റേഷൻസിനോ സ്വകാര്യ റിസോർട്ടുകൾക്കോ ആയി ലീസിന് കൊടുക്കപ്പെടുന്ന കാടുകൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു. അത് വന്യജീവികളുടെ വാസസ്ഥലത്തിന് തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. എന്നിട്ട് അതിന്റെ കുറ്റവും നമ്മൾ അവയുടെ മേൽ തന്നെ ചുമത്തും. കാനഡ എന്ന മഹാരാജ്യത്ത് കാട്ടാനകളും കരടികളും മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന തടയാനായി അവർ പല പ്രതിവിധികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിംഗ്, അവയർനെസ് ക്യാമ്പയിൻസ്, അതേപോലെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, വന്യജീവി കോറിഡോറുകൾ എന്നിവ. എന്നാൽ ഈ കൊച്ചു കേരളത്തിലാകട്ടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന 10 സ്ട്രാറ്റജിക് മിഷൻസ്, അതിൽ കാട്ടുവാസികളുടെ പരിജ്ഞാനം ഉപയോഗപ്പെടുത്തുക, ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കി കൊടുക്കുക, സോളാർ ഫെൻസിംഗ്, ഇങ്ങനെ ചില പദ്ധതികളുണ്ട്. അതിനുള്ള മികച്ച പിന്തുണ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ലഭ്യമല്ലതാണ്. കാട് ഒരു മനുഷ്യന്റെ ജന്മസ്വത്തല്ല. മനുഷ്യജീവന് വിലയില്ലെന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ഇങ്ങനെ വന്യജീവികളെ കൊന്നൊടുക്കിക്കൊണ്ട് പടുത്തുയർത്തുന്ന ഒരു ജീവിതവും സുസ്ഥിരമല്ലതാണ്.